നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടോ? അതിൽ മധുരപലഹാരങ്ങൾ കഴിക്കുന്നുണ്ടോ? അതിനു മുകളിൽ ഭക്ഷണത്തിൽ പ്രത്യേകം ഉപ്പ് വിതറിക്കുകയാണെങ്കിൽ നിങ്ങൾ അധികം ഉപ്പ് കഴിക്കുന്നുവെന്ന് പറയുന്നു. നന്ദി, ഞാൻ ഡോക്ടർ മേഘ ചതുർവേദി. എന്റെ ചാനൽക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വന്നത് നിങ്ങൾക്ക് സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനാൽ അധികം ഉപ്പും പഞ്ചസാരവും കഴിക്കേണ്ടതില്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് പറയാൻ ഞങ്ങൾ വിശദീകരിക്കും. പക്ഷേ സോറിയാസിസ് വർദ്ധിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചൊറിച്ചിൽ, വരൾച്ച, വീക്കം എന്നിവ ഉണ്ടാകരുത്. നിങ്ങൾ ഉപ്പും പഞ്ചസാരവും കൂടുതൽ ഉണ്ടാക്കുകയില്ല. ഏത് രൂപത്തിലും പഞ്ചസാരം ഉണ്ടാക്കരുത്. പഞ്ചസാരത്തിന്റെ രൂപം മധുരമാകുന്നതും പഞ്ചസാരവും ആകുന്നതും ശർക്കരയും ജ്യൂസുകളും ചില മധുരപലഹാരങ്ങളും ആകുന്നുവെങ്കിലും ഏതെങ്കിലും രൂപത്തിലും നിങ്ങൾ പഞ്ചസാര അധികമായി കഴിക്കുകയും ചെയ്യരുത്. നിങ്ങളുടെ സോറിയാസിസിന്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ഉപ്പ് ഉപഭോഗം പരിമിതപ്പെടുത്തണം. അതിനാൽ നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും ജ്വലിക്കാതിരിക്കുന്നതിനും വീണ്ടും വരാതിരിക്കുന്നതിനും ആവർത്തിക്കാതിരിക്കുന്നതിനും നിങ്ങൾ ഡോക്ടറിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനും നിങ്ങളുടെ ജീവിതം നയിക്കുന്നതിനും ഉപ്പ് ഉപഭോഗം പരിമിതപ്പെടുത്തണം. സോറിയാസിസ് ഇല്ലാത്ത ജീവിതം. അതിനാൽ നിങ്ങൾക്ക് സോറിയാസിസ് സംഭവിക്കുമ്പോൾ നിങ്ങൾക്ക് ശരീരത്തിൽ വീക്കമുണ്ടാകും, ചുവപ്പ്, വേദന, പൊട്ടൽ, ചൊറിച്ചിൽ, എരിച്ചിൽ എന്നിവയും രോഗിക്ക് പലതവണ സംഭവിക്കുന്നു. അതിനാൽ അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഉപ്പും പഞ്ചസാരയും കഴിക്കുമ്പോൾ. അതിനാൽ 11ാമത്തെ കാര്യം എന്താണ്? 11ാമതായി ഇൻസുലിൻ പ്രതിരോധം വർദ്ധിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ പ്രതിരോധം ഉണ്ടാകുകയും ചെയ്യും. എന്തുകൊണ്ട്? കാരണം അമിതമായി ഉപ്പും പഞ്ചസാരയും കഴിക്കുന്നത് ശരീരഭാരം വർദ്ധിപ്പിക്കും. ശരീരഭാരം കൂടുതൽ ആകുന്നതിനാൽ നിങ്ങൾ പ്രീ ഡയബറ്റിക് അല്ലെങ്കിൽ ഡയബറ്റിക് ആകാൻ സാധ്യതയുണ്ടാകും. നിങ്ങൾ അതിനാൽ പിന്തുടരുമ്പോൾ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുന്ന നിങ്ങളുടെ ഇൻസുലിൻ ശരിയായി ഉത്പാദിക്കപ്പെടാതെ നിങ്ങളുടെ പാങ്ക്രിയാസ് പ്രഭാവിതമാകും, അല്ലെങ്കിൽ അത് ഉത്പാദിക്കപ്പെടുന്നില്ല, ശരിയായി സംവിധാനം ചെയ്യപ്പെടാതെ അത് ശരിയായി നിയന്ത്രിക്കപ്പെടാതെ ആകും. കരളിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ സോറിയാസിസ് വർദ്ധിപ്പിക്കും. ഇത് നമ്പർ 1 ആണ്. രണ്ടാമതായി ഗ്ലൈക്കേഷൻ പ്രക്രിയ നടക്കുന്നതാണ് സാധ്യം. ഇപ്പോൾ ഗ്ലൈക്കേഷൻ എന്താണ്? ലളിതമായ ഭാഷയിൽ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിനാൽ ഞങ്ങൾ അധിക പഞ്ചസാര കഴിക്കുകയോ അമിതമായി പഞ്ചസാര കഴിക്കുകയോ ചെയ്യുമ്പോൾ അതിനർത്ഥം ഒരു മധുരം കഴിക്കൽ, രുചിച്ചു സൂക്ഷിക്കൽ എന്നിവയുണ്ട് എന്നാണ്. ചില ആളുകൾ പരിമിതിയില്ലാതെ മധുരം കഴിക്കുന്നുണ്ട്. അവർക്ക് അവസാനം ഇല്ല. അവർക്ക് പഞ്ചസാരയോടുള്ള ആസക്തിയും ഉണ്ട്. അതിനാൽ അത്തരം രോഗികൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ ഗ്ലൈക്കേഷൻ പ്രക്രിയ ആരംഭിക്കുന്നു. അതിൽ ഞങ്ങൾ അധിക പഞ്ചസാരം കഴിക്കുമ്പോൾ അത് നമ്മുടെ ചർമ്മ പ്രോട്ടീനുകളായ കൊളാജൻ പോലുള്ള ചർമ്മ പ്രോട്ടീനുകളുമായി ബന്ധിപ്പിക്കുന്നു. ഇത് നമ്മുടെ ചർമ്മത്തിലെ വീക്കം വർദ്ധിപ്പിക്കുകയും സോറിയാസിസിന്റെ പാടുകൾ വർദ്ധിപ്പിക്കുകയും വീക്കം ഉണ്ടാക്കുകയും ചുവപ്പ് കൊണ്ടുവരുകയും ചെയ്യുന്നു. നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും വരുന്നു. പുറകിൽ പറയുന്നതുപോലെ നിങ്ങൾ അതിനാൽ പഞ്ചസാര കൂടുതൽ കഴിക്കുന്നതിനാൽ താൽപ്പര്യമുള്ള ഭാരവും ഉണ്ടാകും. ശരീരഭാരം, അമിതവണ്ണം എന്നിവ പല കാര്യങ്ങളിലേക്കും നയിക്കും. നിങ്ങൾക്ക് പ്രമേഹമുണ്ടാകുന്ന സാധ്യതയുണ്ട്. ഭാരം വർദ്ധിക്കുമ്പോൾ എല്ലാ വിഷവസ്തുക്കളും ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നതിനാൽ നിങ്ങളുടെ സോറിയാസിസ് ഗ്രസിക്കാൻ സമയം എടുക്കും. അവ ശരീരത്തിൽ നിന്ന് പുറത്തുപോകില്ല. മൂന്നാം കാരണം എന്താണ്? ഉപ്പും പഞ്ചസാരയും കഴിക്കാൻ ഞങ്ങൾ വിസമ്മതിക്കുമ്പോൾ കാരണം ദ്രാവകം നിലനിർത്തൽ വികസിക്കാൻ തുടങ്ങുന്നു. നമ്മൾ കൂടുതൽ സോഡിയം കഴിക്കുമ്പോൾ, കൂടുതൽ ഉപ്പ് കഴിക്കുമ്പോൾ, കൂടുതൽ പഞ്ചസാര കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ദ്രാവകം നിലനിർത്തുന്നത് സംഭവിക്കുന്നുവെന്ന് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. ഇതിനർത്ഥം ദ്രാവകം ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. ഇത് എക്സ്ട്രാ സെല്ലുലാർ ടിഷ്യൂകളിലും കോശങ്ങളിലും അടിഞ്ഞുകൂടുന്നു. ഇത് കാരണം നിങ്ങളുടെ പാദങ്ങളിൽ വീക്കമുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ വീക്കമുണ്ടാകാം. നിങ്ങളുടെ സോറിയാസിസ് വഷളാകാം. അതിനാൽ സോഡിയം ഉയർന്ന അളവിൽ കുറയ്ക്കേണ്ടതുണ്ട്. അങ്ങനെ സംഭവിക്കും. ഉപ്പിന്റെ ഉപഭോക്തി ഞങ്ങൾ പരിമിതപ്പെടുത്തുമ്പോൾ അത് നിങ്ങളുടെ വീക്കം, ചൊറിച്ചിൽ, എരിച്ചിൽ, ദ്രാവകം നിലനിർത്തൽ എന്നിവ കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങളുടെ സോറിയാസിസ് വേഗത്തിൽ സുഖപ്പെടുത്താൻ കഴിയും. നിങ്ങൾ സ്വയം കണ്ടുവരുന്നത് ഉപ്പിന്റെ ഉപഭോഗം അധികരിക്കുകയോ മധുരം കൂടുതൽ കഴിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും വരികയോ ആവർത്തിക്കുകയോ ചൊറിച്ചിൽ പൊരുത്തം, ചുമരണം, പ്രതിവിധികൾ കുറയ്ക്കുകയും സോറിയാസിസ് വേഗം മാറ്റാൻ കഴിയുകയും ചെയ്യും. ഇതുപോലെ സംഭവിക്കുന്നതിന്റെ കാരണങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. കൂടുതൽ സോഡിയവും പഞ്ചസാരയും കഴിക്കുന്നതിലൂടെ നമ്മുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങളും മന്ദഗതിയിലാകുന്നു. നമ്മുടെ കോശങ്ങളിലും എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് കൂടുതൽ കാണിക്കുന്നു. അവിടെ വിഷവസ്തുക്കൾ കൂടുതൽ കാണിക്കുന്നു. അതിനാൽ സോറിയാസിസ് വർദ്ധിക്കുന്നു. നിങ്ങളുടെ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ മന്ദഗതിയിലാക്കുന്നു. ഇത് പരോക്ഷമായി കരളിന്റെ പ്രവർത്തനത്തിന് പിന്നിൽ കരൾ പ്രവർത്തനം പരിപാലിക്കുന്നു. അതിനാൽ കരൾ ശരിയായി പ്രവർത്തിക്കാത്തപ്പോൾ സോറിയാസിസ് എന്തായാലും വർദ്ധിക്കും. ശരീരത്തിലെ കുടി വർദ്ധിക്കുമ്പോൾ അത് സോറിയാസിസ് വർദ്ധിക്കും. അതിനാൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ സോറിയാസിസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉപ്പും പഞ്ചസാരവും പരിമിതപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പ് കല്ല് ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുക, അല്ലെങ്കിൽ പരിമിതമായ അളവിൽ പഞ്ചസാരം കഴിക്കുക. നിങ്ങൾ അത് കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ പ്രമേഹ രോഗികളോ ഉന്നതതയുള്ളവരോ അമിതഭാരമുള്ളവരോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവരോ ആണെങ്കിൽ നിങ്ങൾ പഞ്ചസാര കഴിക്കുകയില്ല. പക്ഷേ ഇവ മെഡിക്കൽ അവസ്ഥകളല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മധുരം പരിമിതമായ അളവിൽ കഴിക്കാം. പക്ഷേ അതിന്റെ ഉപഭോഗം വർദ്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ സോറിയാസിസ് വീണ്ടും വരികയും വർദ്ധിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വീണ്ടും ഡോക്ടർമാർ ആവശ്യമായി വന്നേക്കാം. പുതിയ ചികിത്സ നേടുകയാണെങ്കിൽ ചുവടെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഞങ്ങൾക്ക് ചിത്രങ്ങൾ അയക്കുക, ഞങ്ങളോട് സംസാരിക്കുക, ഞങ്ങളെ കാണാൻ വരിക, അതിന് ശരിയായ ചികിത്സ നേടുക.